ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൂരാട്ടോ. ഞങ്ങളുടെ പനമണ്ണയത്തെ മലമുക്കാവ് പൂരാണെന്ന്. അപ്പോൾ ഞങ്ങളിത് ഞാനും ഏട്ടനും ചേച്ചിയും കൂടെ പൂരത്തിന് പോയത് കേട്ടോ. വൈകിട്ട് ഒരു 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഏട്ടൻ കുറേ നേരം കുറച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞിട്ട് ഇരുത്തിയിട്ട് ഞങ്ങളിതിന് 6 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പൂരം എത്തിയപ്പോൾ പൂരപ്പറമ്പിലേക്ക് എത്തിയപ്പോഴേക്കും എന്താ നല്ല പൂരങ്ങളൊക്കെ വേലകളൊക്കെ വന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. കുറേ വേലകൾ നല്ല നേരം വൈകിട്ടാണ് വന്നത്. അപ്പോൾ തേരൊക്കെ വന്ന വളരെ തേരൊക്കെ അങ്ങനെ വന്നിട്ട് അമ്പലത്തിനുള്ളിലേക്ക് തൊഴിയിക്കാനും തേരുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ആനയെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ 2 ആന എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേലകളൊക്കെ പതുക്കെ എത്തണേ ഉള്ളൂ. റോട്ടിൽ കൂടെയൊക്കെ വരുന്നുള്ളൂ. നല്ല വലിയ കാളൊന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പോപ്പർ കാര്യങ്ങളൊക്കെ നല്ല അടിച്ച് പൊളിച്ചിരുന്നു കേട്ടോ. പൂരമൊക്കെ അടിപൊളിയായിരുന്നു പൂരം കാണാൻ. അപ്പോൾ കുറേ പോപ്പർ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നുണ്ട്. എല്ലാ ടീമിൻ്റെയിലും ഉണ്ട് പോപ്പറും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇറങ്ങിയിട്ടില്ലേ കുറേ ടെഡി ബിയർ പോലത്തെ നല്ല രസമുണ്ടായിരുന്നു. കരടിക്കുട്ടന്മാരൊക്കെ നല്ല കളിച്ചായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവരെ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. പിന്നെ ഇതാ കുറേ പോപ്പർ, പിന്നെ കുറേ വലിയ കാളകളായിട്ടോ ഉണ്ടായിരുന്നത്. കാളകളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തൊഴിക്കാൻ കുറേയൊക്കെ ആളതിനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ തൊഴിക്കാനൊക്കെ. ഞങ്ങൾ പോയപ്പോൾ 2 ആന ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആനകളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കണേ ഉള്ളൂ. വേരോളൊക്കെ വരാൻ വേണ്ടി നല്ല നേരം വൈകിയായിരുന്നു കാവിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഓരോ സെറ്റ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കളിച്ചവർ സ്ഥലത്തിൻ്റെ കുറച്ചൊരു ഇതുണ്ട്. അപ്പോൾ കളിച്ചവർ ഇങ്ങനെ ഇറങ്ങണമുണ്ട് കേട്ടോ. കുറേ നേരം ആദ്യത്തേവരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അടിച്ച് പൊളിച്ചു കേട്ടോ പൂരൊക്കെ. പിന്നെ കുറേ തിറയും ബോധനും തിറയുടെ കളിയൊക്കെ കണ്ടു. ആനകളൊക്കെ കൂടി നിരന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു രസമാണ് കാണാൻ. അപ്പോൾ 7 ആന ഉണ്ടായിരുന്നു കേട്ടോ. 7 ആന ഉണ്ടായിരുന്നു കേട്ടോ. ആനേനെ നേരെ എണ്ണാനും പറ്റിയില്ല. അപ്പോൾ 7 ആനയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ ഏട്ടൻ്റെ അടുത്തുള്ള കൂട്ടുകാരൊക്കെയാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതാ ചേച്ചി വീഡിയോയിൽ പെടുന്ന വെച്ചിട്ട് ചേച്ചി തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനിലൊക്കെ ഫോട്ടോസായിട്ട് അത്. പിന്നെ വരുന്ന വഴിക്ക് പിന്നെ പൂരം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോരും ചെയ്തു. ഏട്ടൻ ഞങ്ങളെ വേഗം കൊണ്ടുവരും. അപ്പോൾ പോരുന്ന വഴിക്ക് ഈ ബലൂണൊക്കെ ഞാൻ മേടിപ്പിച്ചു കേട്ടോ. ഒരെണ്ണം മേടിച്ച് 100 രൂപ ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന്. അപ്പോൾ അതും മേടിച്ച് പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക്